ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. എനിക്കിവിടെ വരാൻ സാധിച്ചാലും ഇങ്ങനെ ഒരിടത്ത് നിൽക്കാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ സാധിച്ചാൽ ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്ന 2024 7-ാം മാസം 17-ാം തീയതിയാണ്. ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു കൃപാസനം ഇവിടെ ഉണ്ടെന്നോ ഇത്രയും ജനങ്ങൾ ഭക്തിയോടുകൂടി വരുന്ന ഒരു സ്ഥലമാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോഴത്തേനാണ്, വിഷമഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഡിവോഴ്സിൻ്റെ ഒരു വക്കീൽ കോടതിയിൽ നിൽക്കുമ്പോഴാണ് അവിടെ എന്തോ ആവശ്യത്തിനൊരു പെൺകുട്ടി വന്ന് എൻ്റെ വിഷമം കണ്ടിട്ട്, അപ്പം ഞാനിങ്ങനെ എന്നെ വിളിക്കുന്ന കാത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ വിഷമം കണ്ടിട്ട് ആ ഒരു പെൺകുട്ടി വന്ന് ഇതുപോലൊരു പത്രം എൻ്റെ മുമ്പ് വെച്ച് നീട്ടി. എന്നിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അണ്ണൻ്റെ കൂടെ ജീവിക്കണമെന്ന്, ചേച്ചിക്ക് അത്ര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പത്രം വാങ്ങിച്ചിട്ട് ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ വന്ന് പറയുന്ന ഞാനതൊന്നും വിശ്വസിച്ചില്ല. അതിനൊന്നുമുള്ള ആ ഒരു അവസ്ഥയിലല്ലായിരുന്നേ, ഒരുപാട് അനുഭവിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നടുവിലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പത്രം നിരസിച്ചതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആ മോളെടുത്ത് പറഞ്ഞ്, മക്കളെ ഈ പത്രം ഇപ്പം ഞാൻ വാങ്ങുന്നില്ല, ഇനി എന്നെങ്കിലും ഈ പത്രം എനിക്ക് വാങ്ങാൻ എനിക്ക് വിധി ഉണ്ടെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുതന്ന് എൻ്റെ കയ്യിൽ എത്തുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ കൊച്ച് അങ്ങ് പോയി. അപ്പം നമ്മളിങ്ങനെ പിണങ്ങി കഴിയാണ്. രണ്ടാമത്തെ കൗൺസിലിങ്ങിന് അവർ കോടതി വിളിച്ചപ്പോഴത്തേനും ഇദ്ദേഹം പറഞ്ഞ്, എനിക്ക് എൻ്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ ജീവിക്കണം, എനിക്ക് വേറൊരു ലോകമില്ല, എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് കോടതിയിൽ പറഞ്ഞ് അങ്ങനെ എഴുതി ഒപ്പിട്ട് നമ്മളിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് കാരണമുണ്ട്. ഈ പെൺകുട്ടി പറഞ്ഞിട്ട് പോയിട്ട് അധിക കാലം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് നിന്ന് കുറച്ച് സ്ത്രീകളെ, അപ്പോൾ അവരൊരു കൂട്ടായ്മയായിട്ട് ഇവിടെ വരുന്നുണ്ട്. വണ്ടി വിളിച്ചാണ് വരുന്നത്, പേടിക്കാനൊന്നുമില്ല. അവർ വെളുപ്പാങ്കാലത്ത് 6 മണിക്കുള്ള ബസ്സിന് പോവും. പിന്നെ ട്രാവൽസിലാണ് വരുന്നത്. 700 രൂപ കൊടുത്താൽ മതി, പിന്നെ നമ്മളെ ചിലവ് മാത്രം നമ്മൾ നോക്കണം. അപ്പോഴും ഞാൻ ഇങ്ങനെ വീട്ടിൽ ചോദിച്ചപ്പോൾ വീട്ടുകാർക്ക് ആദ്യം എതിർപ്പുണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, കണ്ടു. അപ്പോൾ ഇത്രയും ജനങ്ങളെ വിശ്വാസത്തോടു കൂടി വന്ന് പ്രാർത്ഥിക്കുകയും പലരുടെ അനുഭവങ്ങൾ ഇവിടെ സാക്ഷി പറയുകയും ചെയ്ത് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് അന്ന് തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അതിൻ്റെ ഫലമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പ് എല്ലാ പ്രശ്നങ്ങളും മാറി ഞങ്ങൾ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് നമ്മൾ വാടക വീടെടുത്ത് മാറിയപ്പോൾ എത്ര കാലം കൊച്ചുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്കൊരു സ്ഥലവും മാറി താമസിക്കാൻ നമുക്കൊരു വീടും വേണം. അപ്പം സ്ഥലം നമ്മൾ സ്വർണ്ണങ്ങളൊക്കെ വിറ്റ് സ്ഥലം വാങ്ങിച്ചു, പക്ഷേ വീട് വയ്ക്കാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വിഷമം ഓരോ രാത്രി കിടക്കുമ്പോഴത്തേനും നമ്മളിനി എന്ത് ചെയ്യും അങ്ങനെ വിഷമിച്ച് പിന്നെ ഞാൻ വന്നിവിടെ 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ എടുക്കുമ്പോഴത്തേന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, എങ്ങനെയെന്ന് അറിഞ്ഞൂടാ എനിക്ക് വീട് വേണം, എൻ്റെ കൊച്ചുങ്ങളാ ഞാൻ എത്ര നാൾ വാടാക്കി കിടത്തും, അമ്മേരെ അച്ഛൻ്റെ എല്ലാവരെയും വായിരിക്കുന്നത് കേൾക്കണം. അപ്പോൾ എനിക്ക് സ്വന്തമായൊരു വീട് വേണം, എൻ്റെ ആസ്തിയില്ല. മാതാവ് എന്നെ അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കും പോലെ എന്നെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ വീട് വെക്കണമെങ്കിൽ പൈസ വേണ്ടേ, ലോൺ എടുക്കാമെന്ന് തീരുമാനിച്ചു. ലോൺ എങ്ങനെ കിട്ടും? എൻ്റെ നിലമേലത്തെ വസ്തു കൊണ്ടുവന്ന് ലോൺ വയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് അതിനുള്ള വരുമാനം ഇത്രയും തുക 6 ലക്ഷം രൂപയാണ് ഞാൻ എടുത്തത്, അപ്പോൾ എനിക്കത് അടയ്ക്കാനുള്ള ഒരു വരുമാനം ഇല്ല, എനിക്ക് ജോലിയില്ല. അപ്പോൾ ഇവരുടെ ജോലി പൈസ മാത്രം വെച്ചിട്ട് കുട്ടികളെ കാര്യം ചിലവും എല്ലാം കൂടെ ഇത് അടഞ്ഞു പോകത്തില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞ് ലോണ് തരൂലെന്ന്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അപ്പോൾ അവരും കൂടെ വന്ന് എഴുതി ഒപ്പിട്ട് തരണമെങ്കിൽ മാത്രമേ ലോണ് തരാൻ പറ്റുമെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും ഒരു ശകലവും സമ്മതിക്കൂലായിരുന്നു. പിന്നെ എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചിട്ട് അവർ വന്ന് അവരും കൂടെ സാക്ഷി നിന്ന് ഒപ്പിട്ട് തന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ലോൺ കിട്ടി. ഞങ്ങളെ വീടിൻ്റെ പണിയെല്ലാം തുടങ്ങി. കുറച്ച് പകുതി ഭാഗം ആയപ്പോഴത്തേനും പൈസകളൊക്കെ പല വഴിക്ക് തീർന്ന്
പിന്നെ ഞങ്ങൾക്ക് മണ്ട വാർക്കാൻ, വീടിൻ്റെ മണ്ട മേൽക്കൂര വാർക്കാൻ ഞങ്ങളെ പൈസ ഇല്ല. അതിലും ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞ്, എൻ്റെ മാതാവിനെ മാത്രമാണ് ഞാൻ അന്നും ഇന്നും ആശ്രയിക്കുന്നത്. എനിക്ക് പലരായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ആരെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഒരുപാട് പേര് സഹായിച്ചു. ഞങ്ങളിന്ന് ആ വീട് വാർത്ത് ഞങ്ങൾ ഒക്ടോബർ മാസം 24-ാം തീയതി, കഴിഞ്ഞ ഒക്ടോബർ മാസം 24-ാം തീയതി ഞങ്ങൾ വീട്ടിൽ താമസമായി. പിന്നെ ഈ ലോൺ അടയ്ക്കാനായിട്ട് എനിക്ക് വഴിയില്ലാത്തതിൽ ഞാൻ ഒരുപാട് വിഷമിക്കുമ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ ജോലിയല്ല, സർക്കാർ ജോലിയല്ല, എങ്കിലും ഒരു മീൻ ചന്തയിൽ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെ പോയി ജോലി ചെയ്താൽ എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടും. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു തുകയാണ്. 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലായിരുന്നു എനിക്ക്. ഈ ഒരു ജോലി തന്ന ആ മനുഷ്യനോട് ഞാൻ ഇന്ന് നന്ദി പറയുന്നു. എൻ്റെ മാതാവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഒരുപാട് അപേക്ഷകൾ വെച്ചിട്ടുണ്ട്. എല്ലാം മാതാവ് എനിക്ക് നടത്തിത്തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. മാതാവും എൻ്റെ ഈശോയും മാത്രമാണ് എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്ന. അല്ലെങ്കിൽ എന്തേ ഞാനിന്ന് ആവിയായി പോവേണ്ടവളാണ്. എൻ്റെ ഭർത്താവ് ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നതും എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി. ഞാൻ രാവിലെയും മീൻ കച്ചവടത്തിന് പോകുന്നുണ്ട് സ്കൂട്ടിയിൽ. അപ്പോൾ ഓരോ വീട്ടിലും എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഓരോ വീട്ടിലും പത്രം കൊടുക്കുന്നുണ്ട്. അവർ സന്തോഷമായിട്ട് വാങ്ങിക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ RCCയിൽ നമ്മൾ പോകുമ്പോൾ ആഹാരം നമ്മളെ കൊണ്ട് കഴിയുന്നത് വീട്ടിലുണ്ടാക്കിയല്ല, നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് ഇവിടെ വരുന്നത് പോലെ അവർ ഉണ്ടാക്കുന്നതിൽ ഞാനും പങ്കുചേർന്ന് എന്നാലാവുന്ന പൈസയായാലും സഹായം ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. മാതാവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച മാതാവ് നമുക്ക് എല്ലാം തരും. ഏത് വിഷമഘട്ടത്തിലും സമയഭേദമൊന്നുമില്ല, ഒരു സമയവും ഇല്ല. നമ്മൾ ഈശോനെയും മാതാവിനെയും പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം കിട്ടിയിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിന് യേശുവിനും നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഉടമ്പടി നമുക്കെപ്പോഴും നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മ ഈ വലിയ പ്രാർത്ഥനാ പദ്ധതി നമുക്കായി ഈശോയിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരം നൽകുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് കൈമാറിയിരിക്കുന്നത്. നമുക്കെല്ലാം തന്നെ ദൈവത്തിൻ്റെ ജനമായി, ദൈവത്തിൻ്റെ മക്കളായി, സ്വന്തം മക്കളായി വിളിക്കപ്പെട്ടവർക്കെല്ലാം തന്നെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മുടെ എന്തു തന്നെ കഷ്ടതകളും, എന്തു തന്നെ കണ്ണുനീരായാലും, എത്ര തന്നെ പ്രതികൂല സാഹചര്യങ്ങളായാലും, സാമ്പത്തിക തകർച്ചകളായാലും, രോഗമായാലും, അതിൽ നിന്നെല്ലാം നന്മ ഉരുത്തിരിഞ്ഞ് നന്മ മാത്രമാണ് നമുക്ക് ബാക്കി നൽകുന്നത്. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അതുതന്നെയാണ്. ഈശോയെ പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശോയെ കണ്ടെത്തുവാനുള്ള ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. കണ്ണൻ എന്ന ഈ സഹോദരനും സന്നിധ എന്ന ജീവിത പങ്കാളി, ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് അവരുടെ ജീവിത പ്രശ്നത്തെ പരിഹരിച്ച ഒരു വലിയ സാക്ഷ്യമേറ്റ് പറയാനാണ്. ഇവർ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി അവരുടെ 2ാമത്തെ ഹിയറിങ്ങിലാണ് ഒരു ദിവ്യവെളിച്ചം അവരിലേക്ക് തന്നെ വന്നത്. കണ്ണനെ ഏറ്റുപറയാനുള്ള, തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകണം, മുന്നോട്ട് ജീവിക്കണമെന്നുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഈ മകൾ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് അവരുടെ ജീവിതത്തിലൊരു പുതിയ വെളിച്ചവും പുതിയ മാനവും പുതിയ ഒരു ജീവിത ക്രമവും അവർക്കുണ്ടായത് എന്ന് കണ്ണൻ ഏറ്റുപറയുകയായിരുന്നു. ഈ സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് കണ്ണനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ അൾത്താരയിൽ കയറി എന്ന് പറയാൻ കണ്ണന് ബുദ്ധിമുട്ടുണ്ടോ? കണ്ണൻ പറഞ്ഞില്ല. കാരണം എല്ലാവരും ഇതിൽ നിന്ന് പഠിക്കണം, കുടുംബം ഒന്നായി ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇതിന് ഞങ്ങളുടെ ജീവിതം ഒരു മോഡലാണെന്നാണ് ഇവരേറ്റു പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വലിയ സങ്കടം, അവർക്കൊരു വീടില്ല, വർഷങ്ങളായിട്ട്
വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വീടിന് വേണ്ടി ലോൺ ചോദിക്കാനായി അവർക്ക് സിവിൽ സ്കോർ ഇല്ല. ഈ അവസ്ഥയിലെല്ലാം പരിശുദ്ധ അമ്മ അവരുടെ എല്ലാ വഴികളും തുറന്നു കൊടുത്തുകൊണ്ട് ലോൺ എടുക്കുവാനും ഒരു വീട് പണിയുവാനുമുള്ള ഒരു വലിയ കൃപ അവർക്ക് ഞൊടിയിടയിൽ വളരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു വലിയ സങ്കടം അവർക്ക് നീക്കിക്കൊടുത്തു എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ഈ മകൾക്കൊരു ജോലിയില്ല. കണ്ണന് ജോലിയുണ്ട്, പക്ഷേ സനിതയ്ക്ക് ജോലിയില്ല. അവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള, ലോൺ അടയ്ക്കുവാനുള്ള ഒരു വരുമാന മാർഗം വളരെ സന്തോഷത്തോടു കൂടി ഒരു നല്ല ജോലിക്കുമായി, പാർട്ട് ടൈം ജോലിയായി ഇന്ന് ഈ മകൾ ചെയ്യുകയാണ്. അവൾ വളരെ സന്തോഷത്തിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഫലവും അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. സ്നേഹവും സന്തോഷവും സമാധാനം, ദീർഘശാന്തത, ക്ഷമ, ഇവരിനി ഒരിക്കലും പിരിയുകയില്ല എന്നുള്ള ഒരു വലിയ വാഗ്ദാനത്തോടെയാണ് ഈ അൾത്താരയിൽ നിന്ന് അവരിറങ്ങുന്നത്. ഈശോയോട് പറയുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവരൊരിക്കൽ കൂടി വിവാഹ സമയത്ത് ചെയ്ത വാഗ്ദാനം ഒരിക്കൽ കൂടി ദൃഢപ്പെടുത്തുകയാണ്. ദൈവം യോജിപ്പിച്ചത് ഒരിക്കലും മനുഷ്യർ ഞങ്ങൾ തമ്മിൽ വേർപെടുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് എപ്പോഴും ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടയിലും ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കൾ ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുകയാണ്, വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്. അവരുടെ എല്ലാം ജീവിത നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാം ഒന്നിച്ച് കുടുംബമായി ജീവിക്കാനായി നമുക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാ മക്കളെയും ദമ്പതികളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇവർക്ക് വേണ്ടി ഒരു നല്ല കയ്യടി നൽകി ഈശോയ്ക്ക് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.